എക്സ്ട്രാ ഓർഡിനറി മൂവിയാണ്. മനിതൻ ഉണർവ് കൊള്ളുക. ഇത് മനിത കാതലിലെ അതിതാനും പുണ്യതമാനത്. കാര്യം എന്താണെന്നറിയാമോ? ഇത്രയും നല്ലൊരു ഫ്രണ്ട്സിന് ഈ ലാസ്റ്റ് ഈ പടത്തിൽ ആ കുട്ടേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് നമ്മുടെ ഗവൺമെൻറ് തന്നെ ജീവൻ രക്ഷാ പതക്കം കൊടുത്താണ് അംഗീകരിച്ചത്. അത് ആ സമയത്തൊന്നും നമ്മൾ അറിഞ്ഞു, 2006 നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത്രയും നല്ല കൂട്ടുകാരെ കിട്ടുന്നത് അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയായി പോയി ഞാൻ. ഇതാണകത്തെ ഏറ്റവും നല്ല കൂട്ടുകാരെ കിട്ടുന്നത് അവരുടെ ഒരു ഭാഗ്യമാണ്. ആ 11 പേർക്ക് മഞ്ഞുമേൽ ബോയ്സ് കിടുക്കിയിട്ടുണ്ട്. സുഷിൻ ശ്യാം, അതേപോലെ തന്നെ ഈ ഖാലിദ് റഹ്മാൻ, അതേപോലെ തന്നെ ഷൈജു ഖാലിദ്, ഇവരുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഒരു പ്രശ്നമില്ലാതെ, അതായത് നമുക്ക് 100% ഉണ്ടല്ലോ, 100% നമുക്ക് പടം വിജയിക്കുമെന്ന് ഉറപ്പാണ്. അവരുടെ ഒരു മോശം പടം ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത്രയാണ്. ശ്രീനാഥ് ഫാസിയൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. സൗബിൻ ഷാ കിടിലമായിട്ടുണ്ട്. എല്ലാവരും ഈ 11 പേരും ഒന്നിനൊന്നിന് മെച്ചമാണ്. 100 crore ലോഡി. ബോക്സ് ഓഫീസ് തൂക്കിയടിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഉണ്ട്, സൗഹൃദമുണ്ട്. കാരണമല്ല, ഇത്രയും നല്ലൊരു കൂട്ടുകാരെ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഈ ഒരു ട്രിപ്പ് പോകുന്നവർ പിന്നെ ഒരു ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ നമ്മളെ പല കൂട്ടുകാരെയും വിളിച്ച് സിനിമയ്ക്കൊക്കെ പോകത്തില്ലേ, അല്ല ടൂറിനൊക്കെ പോകത്തില്ലേ. ഈ ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ആവേശം അത് ഭയങ്കര വലിയൊരു അപകടത്തിൽ ചെന്നെത്തുന്നുള്ളൊരു ഭയങ്കര വലിയൊരു മെസ്സേജും കൂടെ ഉണ്ട്. അതുകൊണ്ട് ടൂറൊക്കെ പോകുമ്പോഴത്തേക്ക് എൻജോയ്മെൻ്റ് ഒക്കെ ആവുക, അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. ആ ഒരു മെസ്സേജും ഉണ്ട്. സൂപ്പർ പടം. തിയേറ്ററിലേ കാണാവൂ, OTT-ലൊന്നും കാണരുത്. കിഡിലെ എക്സ്പീരിയൻസ്, മൊത്തത്തിൽ അടിപൊളി പടം. നല്ലൊരു സർവൈവൽ പ്ലസ് ഫീൽ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉള്ള കിഡിലും പടം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ് സിനിമയിൽ? ബിജിഎമ്മും പിന്നെന്താണ് നമുക്ക് ഒരു ഇമോഷണലി കണക്റ്റഡ് ആണ്. പിന്നെന്താണ് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് കിഡിലും പടമാണ്. പിന്നെന്താണ് വിഷ്വലി ഭയങ്കര സ്റ്റാൻഡിങ് ആണ്. പിന്നെ എല്ലാം കൊണ്ടും പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും കൊണ്ടുണ്ട്. സൗബിൻ, ശ്രീനാഥ് വാസി എല്ലാം കിടിലുണ്ട്. പിന്നെന്താണ് ലാൽ ജൂനിയർ, പിന്നെന്താണ് ഈ ചിദംബരം ഡയറക്ടർക്ക് നല്ലൊരു ക്രാഫ്റ്റുള്ള ഒരു ഡയറക്ടറാണ്. അപ്പം അതാണ് കിട്ടില്ല. വെറും ഒരു സർവൈവൽ മാത്രമല്ല, നല്ല ഫീൽ ഗുഡും എക്സലന്റ് സിനിമ. ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോൾ ഒരേ സമയം ഇമോഷണലും ഉണ്ടായിരുന്നു. നമുക്ക് തിയേറ്ററുകളൊക്കെ ലാസ്റ്റ് കൈയടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അല്ല, കൈയടിക്കാനുള്ള ഒരുപാട് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കിട്ടില്ല എക്സ്പീരിയൻസ് ആണ് പടം. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെ ആയിരിക്കുമല്ലോ സിനിമ. ഒരു സർവൈവൽ ഡ്രാമ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പടമായിരിക്കും. പിന്നെ കോമഡി ഒന്നും പ്രതീക്ഷ വരരുത്. എന്നാൽ നല്ല ഫീൽ ഗുഡാണ്. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു ബോയ്സ് ഗ്യാങ്ങിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പും റിയൽ സ്റ്റോറിയാണ്. എല്ലാവർക്കും കണക്ട് ആവും. നല്ല ഇമോഷണലി കണക്റ്റഡ് ആവുന്ന പടമാണ്. പിന്നെ വിഷ്വലി ഭയങ്കര സ്റ്റാൻഡിങ്, ഗംഭീർ എക്സ്പീരിയൻസ്. എടുത്തു പറയേണ്ട പെർഫോമൻസ് ആരുടെയാണ് സിനിമയിൽ? സൗബിൻ്റെ. പിന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല. പിന്നെ സൗബിൻ്റെ പെർഫോമൻസ്, ശ്രീനാഥ് വാസിയുടെ വെറും സർവൈവൽ മാത്രമല്ല, അതിൻ്റെ ഒരു ട്രോമയും എല്ലാം ശ്രീനാഥ് വാസിയുടെ പെർഫോമൻസ് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാൽ ജൂനിയറിൻ്റെ പെർഫോമൻസ്, സനിമാറിൻ്റെ മോനും ഡയലോഗ്സ് കുറവാണ്, പക്ഷേ ലാസ്റ്റുള്ളൊരു സീനൊക്കെ അതിഗംഭീര കൈയടി കിട്ടുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഗംഭീര. കൈയടിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. കിട്ടില്ല എക്സ്പീരിയൻസ്. ഒരു ടൂറിന് പോകുന്ന നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് അത് കണക്കുള്ള അനുഭവം എല്ലാം ആ സിനിമയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നമ്മൾ കണ്ണെടുക്കത്തില്ല, നോക്കിയില്ല. ട്രിപ്പ് പോകുന്നവർക്ക് നല്ല ട്രിപ്പ് കറക്റ്റായിട്ട് കിടില പടം. ഒരു ഇൻസ്ട്രുമെന്റിനായിട്ട് തയ്യാറാക്കിയെന്ന് അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല ത്രില്ലിങ് പടമാണ്. സെക്കൻഡ് ഹാഫ് പക്കാ ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഗ്യാങ് ആയിട്ട് ട്രിപ്പ് പോകുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള നല്ല കണക്ട്. ടെൻഷൻ അടിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണോ? ത്രില്ലറാണ് പക്ക. സെക്കൻഡ് ഹാഫ് പക്ക ത്രില്ലറാണ്. നല്ല ഹിറ്റ് അടിക്കും സിനിമ. ഹിറ്റായിരിക്കും. സൗബിൻ ബാസി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ ഓണമായിട്ട് തോന്നിയില്ല. അടിപൊളി പടം, കാണാൻ ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി പടം. എങ്ങനെയുണ്ട് സൗബിനും ശ്രീനാഥ് വാസി? എങ്ങനെയുണ്ട്? വീട്ടിൽ രക്ഷയില്ല. സൗബിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. പൊളിച്ചിരുന്നാണ്. എൻജോയ്. സർവൈവൽ ത്രില്ലറാണ്. സോ വലിയ കോമഡി കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷേ ഒരു ത്രില്ലർ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് സർവൈവൽ കാണാൻ പറ്റുന്ന അതെ. പൊളിയല്ലേ?